Welcome to Big Learning, the next big step. Lecturer HSST Computer Science 30/6/2023 നടന്ന PSC എക്സാമിന്റെ ഡിജിറ്റൽ സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ കീ ഡിസ്കഷൻ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the maximum number of max terms formed by three variables or statements P, Q, R is option A 3, option B 8, option C 9, option D 27. അപ്പം ഈ ക്വസ്റ്റ്യനിൽ എന്താണ് മാക്സ് ടേം? മാക്സ് ടേം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോസ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ അതിൽ ഓരോ ടേംസിനെയാണ് എന്ത് പറയുന്നത്? മാക്സ് ടേംസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഇപ്പം ബൈനറി എഴുതുകയാണെങ്കിൽ 3 വേരിയബിൾസ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. 3 ആണെങ്കിൽ നമുക്ക് എന്താ 0 0 0 0 0 1 0 1 0 അങ്ങനെ പോയിട്ട് എവിടെ വരെ എഴുതാൻ പറ്റും? 1 1 1 വരെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം എന്ത് വരും? A പ്ലസ് ബി പ്ലസ് സി അല്ലേ. മാക്സ് ടേം എഴുതുമ്പോൾ 0 ആണെങ്കിൽ ആ വേരിയബിളിൻ്റെ അതേ ഫോമിലും, അതായത് എ ആയിട്ടാണ് ഉണ്ടത്. ഇപ്പം 1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ മാക്സ് ടേം എഴുതുമ്പോൾ 0 ആണെങ്കിൽ അത് എ ആയിട്ടും, ഇനി 1 ആണ് അവിടെ ഉള്ളതെങ്കിൽ അത് എ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് എ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു വേരിയബിൾ, ആ വേരിയബിൾ ഇറ്റ്സെൽഫ് ആയിരിക്കും 0 ആകുമ്പോൾ കോംപ്ലിമെൻ്റ് ആയിരിക്കും എന്താകുമ്പോൾ 1 ഉണ്ടാകുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ എഴുതുന്ന ഇങ്ങനെ പ്ലസ് ഇട്ട് എഴുതുന്ന ഈ ടേംസിനാണ് എന്ത് പറയുന്നത്? മാക്സ് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇവിടെ അറിയണമെന്നില്ല. 3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ എത്ര സീക്വൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ടോട്ടൽ 2⁻³ അല്ലേ. അപ്പോൾ അത്രയും മാക്സ് ടേംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം എന്ന് പറയുന്നത് എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. അടുത്ത ടേം എന്ത് വരും? എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി അല്ലേ. ഇങ്ങനെ എഴുതി പോയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? അപ് ടു 111 വരെ നമുക്ക് എഴുതാൻ പറ്റും. 0 തൊട്ട് 111 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ, 111 എന്ന് പറഞ്ഞാൽ 7, ദാറ്റ് മീൻസ് ടോട്ടൽ 8 ടേംസ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം 2⁻³ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. ഓപ്ഷൻ എന്താണ് അപ്പോൾ ആൻസർ? ഓപ്ഷൻ ബി 8 ആണ് ആൻസർ. PSC തന്നിരിക്കുന്നത് കീ തന്നെയാണ്, ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്. Next question, which of the following components is used as a element in sequential circuit? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ബി മൾട്ടിപ്ലക്സർ, സി കമ്പാരറ്റർ, ഡി ഡീകോഡർ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ആളാണ് ഇവിടെ സീക്വൻഷ്യൽ സർക്യൂട്ട്സിലെ മെമ്മറി എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ആൻസർ. Next, which of the following is not a feature of combinational logic circuits? എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ തന്നിരിക്കുന്നത് റിയൽ ടൈം പ്രോസസ്സിംഗ്, ഡിറ്റർമിനിസ്റ്റിക് ബിഹേവിയർ, സീക്വൻഷ്യൽ പ്രോസസ്സിംഗ്, ഫീഡ്ബാക്ക് ലൂപ്സ് ആൻഡ് മെമ്മറി എലമെൻറ്റ്സ്. അപ്പം PSC തന്നിരിക്കുന്ന ഇതിലെ ആൻസർ സീക്വൻഷ്യൽ പ്രോസസ്സിംഗ് ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ നോട്ട് എ ഫീച്ചർ ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട് എന്നാണ്. അപ്പം കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഇതിൽ പറയുന്ന ഈ ഫീഡ്ബാക്ക് ലൂപ്സ് ആൻഡ് മെമ്മറി എലമെൻറ്റ്സ് ഒക്കെ വരുന്ന എവിടെ തന്നെയാണ്? സീക്വൻഷ്യൽ സർക്യൂട്ടിലാണ്. അതൊരിക്കലും ഏതിൻ്റെ ഫീച്ചർ അല്ല? കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ ഫീച്ചർ അല്ല. പിന്നെ വേണമെങ്കിൽ റിയൽ ടൈം പ്രോസസ്സിംഗ് പറ്റില്ല എന്നറിയാം. കാരണം എന്താ നമുക്ക് ഗേറ്റ്സിൽ ഡിലേ ഉണ്ടാവാറില്ല. അപ്പം അത് ഡിലേ ഉണ്ടാവില്ല എന്നല്ല, ഡിലേ ഉണ്ട്. അപ്പം അതും റിയൽ ടൈം പ്രോസസ്സിങ്ങിന് പറ്റിയ ഒരാളല്ല എന്ത് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. Which of the following techniques is used to simplify logic functions and optimize circuit design? Option A logic gates, option B Boolean algebra, arithmetic operations, option D clock signals. അപ്പം ഏതാണ് നമുക്ക് തരുന്ന ലോജിക് ഫങ്ഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ബൂളിയൻ ഓൾജിബ്ര ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. Next, what is the decimal equivalent of the octal number 325.736? Option A വായിക്കണമെന്നല്ലോ 1704.93359,375. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. 325 ആണ് 0.736 ആണ് തന്നിരിക്കുന്നത്. അപ്പം 325 സൊല്യൂഷനോട് എഴുതി വെച്ചിട്ടുണ്ട്. 736 എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ഇത് 0A, കാരണം ഒക്ടലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്താണ്? 8 ആണ്. അപ്പം 8⁻0 ഇത് വരും. ഇവിടെ 8⁻1 8⁻2
2 എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കും ഇതുണ്ടാവും. അപ്പോൾ ഇവിടെ -1, -2, -3 എന്നുള്ള പൊസിഷൻസിൽ ഈ ഡിജിറ്റ്സും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെ എഴുതാം, 3 × 8⁻² പ്ലസ് 2 × 8⁻1 പ്ലസ് 5 × 8⁻0 പ്ലസ് 7 × 8⁻−1 പ്ലസ് 3 × 8⁻2 പ്ലസ് 6 × 8⁻3. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടും? 213.93359375 എന്ന് പറയുന്ന ഈ ഒരു ആൻസറാണ് കിട്ടുക. പക്ഷേ PSC തന്നിരിക്കുന്ന ആൻസർ കീയിൽ ഓപ്ഷൻ A എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് റോങ് ആണ്. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then what is the 8-bit addition of 67 and -98 decimal numbers in 2's complement representation? അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് +67ൻ്റെയും -98ൻ്റെയും 2's complement representation എഴുതുക, എന്നിട്ട് അഡീഷൻ പെർഫോം ചെയ്യുക. അപ്പം അതിൻ്റെ കേസിൽ 2's complement അഡീഷൻ്റെ കേസിൽ ഫൈനൽ ക്യാരി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് രണ്ടുപേരെയും കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് മീൻസ് കൂട്ടാന്നല്ല അഡീഷനാണ്. അപ്പം ഡിഫറെൻറ്റ് സൈൻ ആണ് അല്ലേ. +67ഉം -98ഉം തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സാധാരണ ചെയ്യാം, ഏറ്റവും ലാർജസ്റ്റ് നമ്പറിന് മറ്റേ സബ്സ്ട്രാക്ട് ചെയ്യും, എന്നിട്ട് ലാർജസ്റ്റ് നമ്പറിന് സൈൻ ഇടുകയാണ് ചെയ്യുക. അപ്പം 98 - 67 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 31 കിട്ടും. അതായത് -31 ആണ് ആൻസർ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ 31ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എഴുതുക. 31ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എഴുതിയാൽ നമുക്ക് എന്താ കിട്ടുക, +31ൻ്റെ 2's complement representation ആണ് കിട്ടുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറഞ്ഞാൽ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ എഴുതുക. അപ്പോൾ എന്ത് വരും, 31ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എഴുതണമെങ്കിൽ ഏതൊക്കെ ആൾക്കാരുടെ പൊസിഷൻ വേണം, 16ൽ 8, 4, 2, 1 അല്ലേ. ഇത്ര ആൾക്കാർ കൂട്ടിയല്ലേ 31 വരിക. 8ഉം 6ഉം 14, 14ഉം 4ഉം 18, 18ഉം 2ഉം 20, 21 ബാക്കി 2 30. അപ്പോൾ എന്താ വരും, ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറയുന്നത് എന്ത് വരും, 1 1 1 എത്ര വൺസ്, 1 2 3 4 5 1 2 3 4 5 അല്ലേ. ബാക്കി നമുക്ക് എന്ത് വേണം, ഇതിന് ഞാൻ 31ൻ്റെ ആണ് എഴുതുന്നത്. അപ്പോൾ 8 ഡിജിറ്റ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ നമുക്ക് എന്ത് വേണം, -31ൻ്റെ 2's complement അല്ലേ റെപ്രസെൻറ്റേഷനല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് -31 ആക്കണേ എന്ത് ചെയ്യണം, ഈ +31ൻ്റെ 2's complement എടുക്കണം. അപ്പോൾ എന്ത് വരും, 1 0 0 0 0 1 1 1 വരും അല്ലേ. 111 4 zeros 1 വരുന്ന ഓപ്ഷൻ C ആണ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 67ൻ്റെ +67ൻ്റെ -98ൻ്റെ 2's complement representation എഴുതാം. എങ്ങനെ എഴുതാം, 67 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ തന്നെ പോസിറ്റീവ് നമ്പർ. -98 ആകുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം +98ൻ്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എഴുതുക. അതിൻ്റെ 2's complement എടുത്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, -98 കിട്ടുള്ളൂ. എന്നിട്ട് സദാ ബൈനറി അഡീഷൻ പെർഫോം ചെയ്യുക. ലാസ്റ്റ് ക്യാരി ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യുകയാണ് വേണ്ടത്. Then next question, convert the BCD number to decimal equivalent. അപ്പം സിമ്പിളാണ്, കാരണം BCD നമ്പർ എന്ന് പറഞ്ഞാൽ 4 bits വെച്ചിട്ടുള്ളതാണ്. ഇതിന് ഡെസിമൽ ഇക്വാലൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വാലിഡ് BCD ആണ്. സോ 3, ഇതും വാലിഡ് BCD ആണ്. സോ എന്താണ് 1, ഇത് വാലിഡ് BCD ആണ്. എന്താണ് 813. ഓപ്ഷൻ A 813. Hi all. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കമ്പ്യൂട്ടർ സയൻസ് പോസ്റ്റിലേക്ക് ജൂൺ 30 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെഷനിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, വെബ് ടെക്നോളജി തുടങ്ങിയ സബ്ജക്ട്സിൽ നിന്നും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളെ പറ്റി നമുക്കൊരു അനാലിസിസ് നടത്താം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ happens at the dash layer of OSI ISO model. നെറ്റ്വർക്കിംഗിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് OSI ISO മോഡലിലെ ഏത് ലെയറിൽ നിന്നാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം OSI എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ ആണ് അല്ലെ.
നമ്മുടെ റെഫറൻസ് മോഡലൊക്കെ നമ്മൾ നെറ്റ്വർക്കിംഗിൽ പഠിക്കുന്നതാണ്. ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ ആണ് OSI മോഡൽ എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഇതൊരു 7 ലെയർ ഉള്ള ഒരു ആർക്കിടെക്ചർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ആർക്കിടെക്ചറിൽ എന്താണ് മെയിൻ ആയിട്ടും എന്താണ് നമുക്ക് ഈ ആർക്കിടെക്ചർ തരുന്നത് എന്താണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ ഡിവൈസസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കമ്പോണൻസ് എങ്ങനെയാണ് നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിക്കേഷന്റെ ടൈമിൽ എഫേർട്ടുകളെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഈ ഒരു മോഡലിലെ പല ലെയേഴ്സിൽ കൂടിയാണെന്നുള്ളത് നമുക്കറിയാം. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എവിടെയാണ് നടക്കുന്നതെന്നാണ്. നമുക്കറിയാം മൊത്തം 7 ലെയേഴ്സ് ആണുള്ളത്. 7 ലെയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഡ് തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് എന്താണ് ആ കോഡ് ജസ്റ്റ് നമുക്ക് നോക്കാം. പ്ലീസ് ഡു നോട്ട് ടച്ച്, പ്ലീസ് ഡു നോട്ട് ടച്ച് സാംസങ് ഫോൺ A5. നമ്മൾ P for physical layer, D for data link layer, N for network layer, and T for transport layer, and S for session layer, and P for presentation layer, and A for application layer. ജസ്റ്റ് നമ്മളൊരു A5 പ്രോട്ടോകോൾസിന്റെ ഒരു എണ്ണം ആ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്. മെയിൻ ആയിട്ട് നമ്മളിങ്ങനെ ഒരു കോഡ് വെച്ചാണ് ഈ 7 ലെയേഴ്സിനെ പറ്റി ഓർത്തിരിക്കുന്നത്. അപ്പം ഈ ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ, ഇത്രയും 7 ലെയേഴ്സ് ആണുള്ളത്. ഇതിലെ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്ന ലെയറിൽ എൻഡ് ടു എൻഡ് ലെയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മെസ്സേജസുകളെ ഹോസ്റ്റിലേക്ക് ഡെലിവറി ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും, അതേപോലെ 2 സിസ്റ്റംസ് തമ്മിൽ എന്താണ് എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള ലെയർ ട്രാൻസ്പോർട്ട് ആണ്. അതായത് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിലാണ്. സോ ഇവിടെ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ മെയിൻ ആയിട്ടും നമ്മൾ 2 പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്, TCPയും UDP. നമുക്കറിയാം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോളും ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ് ടു പ്രോസസ് ഡെലിവറി അവർ ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോർട്ടുകൾ യൂസ് ചെയ്തിട്ടാണ്, സോഫ്റ്റ്വെയർ പോർട്ട്സ് വഴിയാണ് ഈ ഒരു പ്രോസസ് ടു പ്രോസസ് ഡെലിവറി നടക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. HTTP uses the services of dash. HTTP എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അത് യൂസ് ചെയ്യുന്നത് ഏതിന്റെ സർവീസ് ആണ്? TCP, UDP, ICMP, SMTP. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് TCP ആണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളിന്റെ സർവീസസ് ആണ് HTTP യൂസ് ചെയ്യുന്നത്. ഓക്കെ, Dash is a device that connects networks with different protocols. Different protocols ഉള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ A റൂട്ടർ, ഓപ്ഷൻ B ഹബ്, ഓപ്ഷൻ C സ്വിച്ച് ആൻഡ് ഓപ്ഷൻ D ഗേറ്റ്വേ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഏതാണ് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്, അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ്വേ ആണ് അവരെ തമ്മിൽ ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോയിന്റ്, നമുക്ക് നെറ്റ്വർക്കിന്റെ എൻട്രി അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് ഗേറ്റ്വേ കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ മറ്റുള്ള നോഡുകൾക്ക് അല്ലെ, ഇപ്പം നമ്മൾ എൻട്രി എന്ന് പറയുമ്പോൾ ഒരു എൻട്രൻസ്, അതായത് ഒരു എൻട്രൻസ് ആയിട്ട് ബാക്കി നോഡുകൾക്ക് നെറ്റ്വർക്കിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗേറ്റ് ആയിട്ട്, ഗേറ്റ് വേ എന്നുകൊണ്ടുള്ള ആ ഒരു മീനിങ് അങ്ങനെ ഓർത്താൽ മതി, ഒരു ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഗേറ്റ് വേ എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഉള്ള നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന
ഒരു ഡിവൈസ് ആണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IPv4 addresses are dash addresses that are unique to every host or device on the internet. Option A 64-bit, option B 32-bit, option C 128-bit and option D 4-bit. IP address റിലേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾക്കറിയാം IP അഡ്രസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഒരു നെറ്റ്വർക്കിലുള്ള ഡിവൈസിലെ ഐഡന്റിഫൈ ആയിട്ട് യൂസ് ചെയ്യുന്ന അഡ്രസ് ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും 2 തരത്തിലുള്ള IP അഡ്രസ്സുകളാണ് നമുക്കുള്ളത്, IPv4 IPv6. ഓക്കെ, ഈ IPv4 എന്ന് പറയുന്ന അഡ്രസ് അത് ശരിക്കും എത്ര ബിറ്റ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മെയിൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. 32 ബിറ്റ് ഇൻഡിജേഴ്സ് ആണ് IP അഡ്രസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് 32 ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി IPv6 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ IPv6 നമ്മൾ യൂസ് ചെയ്യുന്നത് 128 ബിറ്റ്സ് ആണ്. IPv6 ആണെന്നുണ്ടെങ്കിൽ, അതായത് IP അഡ്രസ് വേർഷൻ എന്നാണ്, വേർഷൻ 6 ആണെങ്കിൽ അവിടെ 128 ബിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും തന്നെ എന്താണ്, ടൈപ്സ് ഓഫ് IP അഡ്രസ് ആണ്. IPv4 അഡ്രസ്സും ഉണ്ട്, IPv6 ഉണ്ട്. IPv4 അഡ്രസ്സിലെ എത്ര ബിറ്റ് അഡ്രസ്സസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 32 ബിറ്റ് ഇൻഡിജേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 എന്നാണ് പറയുന്നത്. IPv6 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 128 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത് IP അഡ്രസ്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, which of the following is the least secure method of authentication? തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിൽ വളരെ സെക്യൂരിറ്റി കുറവായിട്ടുള്ള, അതായത് ലീസ്റ്റ് സെക്യൂർ ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പാസ്വേഡ്, ഓപ്ഷൻ ബി കാർഡ് ഒതന്റിക്കേഷൻ, ഓപ്ഷൻ സി ഫിംഗർ പ്രിന്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി വോയിസ് റെക്കഗ്നിഷൻ. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ പാസ്വേഡ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അവിടെ എൻക്രിപ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല. എത്ര ഈസി ആയിട്ട് വേണമെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് ഒരു ലീസ്റ്റ് സെക്യൂർ മെത്തേഡായിട്ട് നമുക്ക് പാസ്വേഡിനെ കൺസിഡർ ചെയ്യാം. അതേസമയം കാർഡ് ഒതന്റിക്കേഷൻ ആണെങ്കിലും ഫിംഗർ പ്രിന്റ്സ് ആണെങ്കിലും വോയിസ് റെക്കഗ്നിഷൻ ആണെങ്കിലും കുറച്ചും കൂടി എന്താണ്, എൻക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെക്യൂർഡ് ആക്കിയിട്ടുള്ള ഒരു ഒതന്റിക്കേഷൻ മെത്തേഡ്സ് ആണ്. അതിൽ പാസ്വേഡ് മാത്രമേ ഉള്ളൂ കുറച്ച് ലീസ്റ്റ് സെക്യൂർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറ്റും. മറ്റുള്ള അതായത് ഇപ്പം വോയിസ് റെക്കഗ്നിഷൻ ആണെങ്കിലും ഇപ്പം നമ്മുടെ ഫിംഗർ പ്രിന്റ് അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ കൂടുതലും ഫിസിക്കൽ ആക്ട്സ്, നമ്മുടെ ബയോമെട്രിക്സ് അതൊക്കെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫിസിക്കൽ തിങ്സ് ആണ് നമ്മൾ ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത്. അതേസമയം പാസ്വേഡ് എന്ന് പറയുമ്പം അവിടെ നമ്മൾ ജസ്റ്റ് എന്താണ്, കോഡ്സ് യൂസ് ചെയ്താലും കുറെ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്താലും അത് എൻക്രിപ്റ്റഡ് അങ്ങനൊന്നും അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് അത് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിസിക്കൽ ലെയർ ട്രാൻസ്ലേറ്റ് ലോജിക്കൽ കമ്മ്യൂണിക്കേഷൻ റിക്വസ്റ്റ് ഫ്രം ഡാഷ് ഇൻടു ഹാർഡ്വെയർ സ്പെസിഫിക് ഓപ്പറേഷൻ. നെറ്റ്വർക്കിംഗിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ദ ഫിസിക്കൽ ലെയർ ലോജിക്കൽ കമ്മ്യൂണിക്കേഷൻ റിക്വസ്റ്റുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഹാർഡ്വെയർ സ്പെസിഫിക് ഓപ്പറേഷൻസ് ആയിട്ട്. എവിടെ നിന്ന് വരുന്ന ലോജിക്കൽ കമ്മ്യൂണിക്കേഷൻ റിക്വസ്റ്റുകളാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം എവിടെ നിന്ന് വരുന്നതായിരിക്കും, ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റ ലിങ്ക് ലെയറിൽ നിന്ന് വരുന്ന ലോജിക്കൽ കമ്മ്യൂണിക്കേഷൻ റിക്വസ്റ്റുകളെയാണ് ഫിസിക്കൽ ലെയർ ഹാർഡ്വെയർ സ്പെസിഫിക് ഓപ്പറേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഹാർഡ്വെയർ ഫിസിക്കൽ ലെയറിലാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആയാലും ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആയാലും കോയാക്സൽ കേബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം അതിൽ കൂടെ മെസ്സേജിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ഫിസിക്കൽ ലെയർ എന്ത് ചെയ്യുന്നു, ഡേറ്റ ലിങ്ക് ലെയറിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകളെ ഹാർഡ്വെയർ സ്പെസിഫിക് ഓപ്പറേഷൻസ് ആയിട്ട്
കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡേറ്റ ലിങ്ക് ലെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ അൺപെയർഡ് ടാഗ് ഓർ ടാഗ്സ് ഇൻ HTML? HTML-ലെ അൺപെയർഡ് ആയിട്ടുള്ള ടാഗുകൾ ഏതൊക്കെയാണെന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇവിടെ നമുക്ക് കുറെ ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കോഡിങ്ങിന്. ഫസ്റ്റ് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത് ബി ടാഗ് ബോൾഡ് ടാഗ്, ഓപ്ഷൻ ബി ബ്രേക്ക് ടാഗ് BR, ഓപ്ഷൻ സി HR ഹൊറിസോണ്ടൽ ടാഗ്, ഓപ്ഷൻ ഡി ബോത്ത് A and B. ഓക്കെ, അൺപെയർഡ് ടാഗ്സ് നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ടാഗുകളാണ് HTML ഉള്ളത്. കണ്ടെയ്നർ ടാഗുകൾ, empty tags. കണ്ടെയ്നർ ടാഗ്സ് ആൻഡ് empty tags എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ കണ്ടെയ്നർ ടാഗുകളെയാണ് നമ്മൾ പെയർ ടാഗ്സ് എന്ന് വിളിക്കുന്നത്, പെയർഡ് ടാഗ്സ്. empty ആണ് അൺപെയർഡ് എന്ന് പറയുന്നത്. കണ്ടെയ്നർ ടാഗുകൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഓപ്പണിംഗും കാണും ക്ലോസിംഗും കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ HTML ടാഗ് എടുക്കുവാണെങ്കിൽ ഈ HTML ടാഗിന്റെ ഒരു ഓപ്പണിംഗ് ടാഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ ക്ലോസിംഗ്. അപ്പം HTML എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗിന് എക്സാമ്പിൾ ആണ്. അതേസമയം ബി ടാഗ് എടുക്കുവാണെങ്കിൽ ബി ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോൾഡ് ചെയ്യാൻ, ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് ബി ടാഗ് എന്ന് പറയുന്നത്. ഈ ബി ടാഗിന് ഓപ്പണിംഗും ഉണ്ട് ക്ലോസിംഗും ഉണ്ട്. ഓക്കെ, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ലൈൻ ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. HR എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ലൈന് വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ്. ഈ BRും HRും എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള ടാഗുകൾ, അതായത് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ക്ലോസിംഗ് ഇല്ലാത്ത ടാഗുകളെ നമ്മൾ empty ടാഗ് അല്ലെങ്കിൽ അൺപെയർഡ് ടാഗുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയുമാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ എക്ക് ഇവിടെ ടൈപ്പിംഗ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. അപ്പം ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. BRും HRും ആണ് നമ്മുടെ അൺപെയർഡ് ടാഗുകൾക്ക് എക്സാമ്പിൾ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The CSS property used to make the text bold. ടെക്സ്റ്റുകളെ ബോൾഡ് ആക്കി വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന CSS പ്രോപ്പർട്ടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് CSS എന്ന് പറഞ്ഞാൽ നമ്മൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് അല്ലെ. ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റുകൾ സാധാരണയായിട്ട് കാസ്കേഡിംഗ് CSS കോഡുകൾ നമ്മൾ പറയും അല്ലെ. അപ്പം ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റുകളെ മെയിൻ ആയിട്ട് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ HTML എഴുതിയിരിക്കുന്ന കോഡുകളെ, അതായത് വെബ് പേജുകളെ കുറച്ച് എന്താണ് വെബ് പേജുകൾക്ക് സ്റ്റൈലുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് ഫോണ്ടുകളാണെങ്കിലും എല്ലാം ഒന്ന് ഫോർമാറ്റ് ചെയ്യാനും പിന്നെ അതിന്റെ ലേഔട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മൾ HTML CSS യൂസ് ചെയ്യും. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് എന്ന സ്റ്റൈൽ ഷീറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അപ്പം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്താന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ HTML എലമെന്റ്സ് അല്ലെങ്കിൽ HTML ഡോക്യുമെന്റ് നമ്മുടെ സ്ക്രീനിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, അതിന്റെ ലേഔട്ടും അതിനൊരു സ്റ്റൈലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് CSS ആണ്. ഈ CSSൽ ഒരു ടെക്സ്റ്റിനെ ബോൾഡ് ആക്കി വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത് ഫോണ്ട് വെയിറ്റ് ബോൾഡ്, ഓപ്ഷൻ ബി വെയിറ്റ് ബോൾഡ്, ഓപ്ഷൻ സി ഫോണ്ട് ബോൾഡ് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റൈൽ ബോൾഡ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഫോണ്ട് വെയിറ്റ് ബോൾഡ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫോണ്ടിന്റെ തിക്നെസ്സും ബോൾഡ്നെസ്സും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു ടെക്സ്റ്റിന്റെ വെയിറ്റും ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു ടെക്സ്റ്റിന്റെ വെയിറ്റ് ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത് പല ബ്രൗസേഴ്സും പല ഒരു സെറ്റ് ഓഫ് ഫോണ്ട് ഫാമിലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും
ആ ഫോണ്ടിന്റെ വെയിറ്റ്, ആ ടെക്സ്റ്റിന്റെ വെയിറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാന്ന് പറയുന്നത്. അതായത് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഫോണ്ട് ഫാമിലി ഉണ്ട്. ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ അവൈലബിൾ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഫോണ്ട് വെയിറ്റ് ബോൾഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഫോർ കൺവേർട്ടിംഗ് JSON strings into JavaScript objects. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ്, വെബ് ടെക്നോളജിയിൽ തന്നെയുള്ള ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് JSON സ്ട്രിങ്സിനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. JSON എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ. ഓക്കെ, ഈ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെമ്പററി ആയിട്ട് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും, അതായത് മെയിൻ ആയിട്ടും സെർവറിൽ നിന്നും ഡേറ്റാസിനെ വെബ് പേജുകളിലോട്ടൊക്കെ സെൻഡ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ സ്ട്രിങ്സുകളെ ജാവാസ്ക്രിപ്റ്റിന്റെ ഒബ്ജക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് JSON.parse, JSON.stringFi, നെക്സ്റ്റ് either A or B and option D none of the above. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ ഡോട്ട് പാഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് സ്ട്രിങ്ങിനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ് ആക്കിയിട്ട് മാറ്റുന്നത്. ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അജാക്സ് സെൻസ് ഡേറ്റ ടു എ വെബ് സെർവർ. ഓപ്ഷൻ എ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, ഓപ്ഷൻ ബി ബിഫോർ ലോഡിംഗ് ദ പേജ്, ഓപ്ഷൻ സി വിത്ത് ലോഡിംഗ് ദ പേജ്, and option D any of the above. അജാക്സ് എന്ന് പറയുന്നത് അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML. ഓക്കെ, ഈ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ കുറച്ചും കൂടി മോർ റെസ്പോൺസീവ് ആകാൻ വേണ്ടിയിട്ട്, യൂസറുമായിട്ട് യൂസർ ഇന്ററാക്ഷൻ നല്ല രീതിയിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് നമ്മുടെ അജാക്സ് ടെക്നോളജി, അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടും ഇപ്പൊ നമ്മുടെ ഡേറ്റകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, സെർവറുമായിട്ടൊക്കെ ഡേറ്റകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പേജുകളൊക്കെ റീലോഡ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ യൂസറിന് എന്തെങ്കിലും ഒരു ഇന്ററപ്ഷൻസ് ഒക്കെ വരാം. അപ്പം അതൊക്കെ ഈ അജാക്സ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസിന് ഡേറ്റകളെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ടിൽ ഡേറ്റകളെ അവർ സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യും. പേജ് റിഫ്രഷ് ഒക്കെ വളരെ ചെറുതായിട്ടേ വരത്തുള്ളൂ. അങ്ങനെ പേജ് റീലോഡ് ആകാനൊന്നും ഉള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു അജാക്സ് എന്ന് പറയുന്ന ടെക്നോളജി വെബ് സെർവറിലോട്ട് ഡേറ്റയെ സെൻഡ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ബാക്ക്ഗ്രൗണ്ടിൽ കൂടെയാണോ, പേജ് ലോഡ് ചെയ്യുന്ന സമയത്തിന് മുമ്പാണോ, പേജ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ, എനി ഓഫ് ദ എബോവ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോക്കറ്റ് അഡ്രസ്സസ് a combination of MAC address and domain address, combination of IP address and port address, C combination of application layer address, and option D none of the above. നമ്മൾ നെറ്റ്വർക്കിംഗിൽ പഠിക്കുന്നതാണ്. നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ കമ്മ്യൂണിക്കേഷനിലെ പ്രോസസ് ടു പ്രോസസ് ഡെലിവറിക്ക് മെയിൻ ആയിട്ടും 2 ഐഡന്റിഫയേഴ്സ് ആണ് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ IP അഡ്രസ്സും, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? പോർട്ട് നമ്പറുമാണ് അല്ലെ? എന്നാൽ മാത്രമേ നമ്മുടെ പ്രോസസ് ടു പ്രോസസ് ഡെലിവറി നടക്കത്തുള്ളൂ. അപ്പൊ ഈ IP അഡ്രസ്സിനെയും പോർട്ട് നമ്പറിനെയും കൂടി എന്ത് ചെയ്യണം? അതിന്റെ ഒരു ഒന്നിച്ച് കമ്പൈൻ ചെയ്യുന്ന അഡ്രസ്സിനെയാണ് നമ്മൾ സോക്കറ്റ് അഡ്രസ് എന്ന് പറയുന്നത്.
ക്ലയന്റ് സോക്കറ്റ് അഡ്രസ് ഉണ്ട്. ക്ലയന്റ് സോക്കറ്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ ക്ലയന്റ് പ്രോസസ്സുകളെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. അതേസമയം സെർവർ സോക്കറ്റ് അഡ്രസ്സുകളാണെങ്കിൽ സെർവർ പ്രോസസ്സുകളെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോള് ഈ ക്ലയന്റ് സോക്കറ്റ് അഡ്രസ്സും സെർവർ സോക്കറ്റ് അഡ്രസ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് പ്രോസസ് ടു പ്രോസസ് ഡെലിവറി നടത്തുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സോക്കറ്റ് അഡ്രസ് എന്ന് പറയുന്നത് എന്തിന്റെ കോമ്പിനേഷൻ ആണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് IP അഡ്രസ് ആൻഡ് പോർട്ട് അഡ്രസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെർവർ പ്ലേസ് ആൻ ഇന്റർമീഡിയറി റോൾ ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് ടാർഗറ്റഡ് വെബ്സൈറ്റ്സ് ഓർ സെർവേഴ്സ്? ഏത് സെർവർ ആണ് യൂസേഴ്സിന്റെയും ടാർഗറ്റഡ് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ സെർവേഴ്സിന്റെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറി റോള് പ്ലേ ചെയ്യുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഫയൽ സെർവർ, ബി ഡേറ്റാബേസ് സെർവർ, സി പ്രോക്സി സെർവർ ആൻഡ് ഓപ്ഷൻ ഡി വെർച്വൽ സെർവർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി പ്രോക്സി സെർവർ ആണ്. എന്താണ് പ്രോക്സി സെർവർ? പ്രോക്സി സെർവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്ലയന്റിന്റെയും സെർവറിന്റെയും ഇടയിലായിട്ട് ഒരു ഇൻകമിംഗ് റിക്വസ്റ്റുകളെയും അതേപോലെ ആ റിക്വസ്റ്റുകളെ ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗേറ്റ്വേ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സെർവറാണ് പ്രോക്സി സെർവർ എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള IP അഡ്രസ് ഉണ്ട്. ഓക്കെ, അത് മെയിൻ ആയിട്ട് നമ്മുടെ ക്ലയന്റ് സിസ്റ്റത്തിന്റെയും വെബ് സെർവറിനെയും ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ല നമുക്ക് എളുപ്പം എന്ന് പറയുവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമുക്കിപ്പം ഏതെങ്കിലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ആക്സസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഈ പ്രോക്സി സെർവറിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പ്രോക്സി സെർവർ which allows us to access any websites with a different IP address. ഓക്കെ, അപ്പം ഇത് മെയിൻ ആയിട്ടും ഒരു ഇന്റർമീഡിയറി റോൾ ആണ് നമ്മുടെ യൂസേഴ്സിന്റെയും ടാർഗറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ സെർവേഴ്സിന്റെയും ഇടയിൽ പ്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? യൂസർ റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻഫർമേഷൻസുകളെല്ലാം എന്താണ് കളക്ട് ചെയ്യുകയും അത് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നമ്മുടെ പ്രോക്സി സെർവറിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് എൻക്രിപ്റ്റ് ട്രാഫിക്കിനെ അത് എൻക്രിപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് പ്രോക്സി സെർവേഴ്സിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്? 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ HTML, ഓപ്ഷൻ ബി PHP, ഓപ്ഷൻ സി പൈത്തൺ ആൻഡ് ഓപ്ഷൻ ഡി കോൾഡ് ഫ്യൂഷൻ. ഓക്കെ, 2 തരത്തിലുള്ള ലാംഗ്വേജസ് ആണ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് മെയിൻ ആയിട്ടും ഉള്ളത്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും. ക്ലയന്റ് സൈഡിൽ കോഡിംഗ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ലാംഗ്വേജസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ HTML ആണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. PHPയും പൈത്തണും കോൾഡ് ഫ്യൂഷനും ഒക്കെ സെർവർ സൈഡിൽ സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ലാംഗ്വേജസുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺവേർഷൻ ഓഫ് IP അഡ്രസ് ടു ഹോസ്റ്റ് നെയിം. IP അഡ്രസ്സിനെ ഹോസ്റ്റ് നെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് DNS ലുക്കപ്പ്, ഫോർവേഡ് DNS ലുക്കപ്പ്, റിവേഴ്സ് DNS ലുക്കപ്പ്, ഓപ്ഷൻ ഡി ലുക്കപ്പ്. IP അഡ്രസ് ലുക്കപ്പ് ആണ്, അതായത് ലുക്കപ്പ് ആണ് ദ പ്രോസസ് വിച്ച് ട്രാൻസ്ലേറ്റ് ദ IP അഡ്രസ് ടു ഹോസ്റ്റ് നെയിം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 15th question, which of the following is or are true? In an active attack, modification in information takes place. Option B, in an active attack, the attention is on detection. Option C, the duration of a passive attack is short. And option D, all the above. Information security എന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ട്രൂ ആണ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്?
ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അവിടെ മോഡിഫിക്കേഷൻ ഇൻഫർമേഷൻസിൽ ചേഞ്ചസുകൾ വരും എന്നാണ്. അതേപോലെ ഒരു ആക്റ്റീവ് അറ്റാക്കിൽ അറ്റൻഷൻ മെയിൻ ആയിട്ടും ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണെന്നും പാസീവ് അറ്റാക്കിന്റെ ഡ്യൂറേഷൻ വളരെ കുറവാണെന്നും പിന്നെ ഇതെല്ലാം ശരിയാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരു ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈബർ സെക്യൂരിറ്റി അറ്റാക്ക് ആണല്ലേ. അവിടെ അറ്റാക്കർ എന്താ മെയിൻ ആയിട്ടും ചെയ്യുന്നത്? ഒരു സിസ്റ്റത്തിന്റെ നോർമൽ ഓപ്പറേഷനെ ഒന്നിൽ ഡിസ്ട്രോയ് ചെയ്യും, അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യും, ചേഞ്ചസുകൾ വരുത്തും, മോഡിഫിക്കേഷൻസ് വരുത്തും. ഓക്കെ, അപ്പം ഈ ആക്റ്റീവ് അറ്റാക്സിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ആണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, പിന്നെ മാസ്കുറേഡ് അറ്റാക്ക്. ഇതൊക്കെ ആക്റ്റീവ് അറ്റാക്കുകളാണ്. അതേപോലെ ഈ ആക്റ്റീവ് അറ്റാക്കിൽ മെയിൻ ആയിട്ടുള്ള അറ്റൻഷൻ എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ മാത്രമല്ല. ഓക്കെ, അതേപോലെ പാസീവ് അറ്റാക്ക്. എന്താണ് പാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത്? പാസീവ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ടു മേക്ക് ദ യൂസ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ സിസ്റ്റം ബട്ട് ഡസ് നോട്ട് അഫക്ട് ദ സിസ്റ്റം റിസോഴ്സസ്. സിസ്റ്റം റിസോഴ്സുകളെ അഫക്ട് ചെയ്യത്തില്ല, അതായത് ചേഞ്ചസുകളൊന്നും വരുത്തത്തില്ല, ജസ്റ്റ് മോണിറ്ററിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഈവ്സ് ഡ്രോപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവിടെ ഇൻഫർമേഷൻ എന്തു ചെയ്യത്തില്ല, ചേഞ്ചസുകൾ വരുത്തത്തില്ല. അതേപോലെ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ അത് കുറേ ടൈം എടുക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇൻ ആൻ ആക്റ്റീവ് അറ്റാക്ക് ദ മോഡിഫിക്കേഷൻ ഇൻ ഇൻഫർമേഷൻ ടേക്സ് പ്ലേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following ensures that a message or transaction has not been tampered with? തന്നിരിക്കുന്നതിൽ ഏതാണ് മെസ്സേജ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ടാമ്പർ ചെയ്തിട്ടില്ല, അത് ഒരു ചേഞ്ചസും വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് ഏത് പ്രോപ്പർട്ടിയാണ്? കോൺഫിഡൻഷ്യാലിറ്റി, നോൺ റെപ്യൂഡിയേഷൻ, ഓപ്ഷൻ സി ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇത് CIA ട്രയാങ്കിളിൽ വരുന്ന ഇന്റഗ്രിറ്റി, ഓപ്ഷൻ സി ഇന്റഗ്രിറ്റി ആണ് റൈറ്റ് ആൻസർ. നമ്മൾ അയക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ ട്രാൻസാക്ഷനിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇന്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻ എക്സാമ്പിൾ ഫോർ അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ എ തന്നിട്ടുണ്ട് RSA, ഓപ്ഷൻ ബി AES, ഓപ്ഷൻ സി DES ആൻഡ് ഓപ്ഷൻ ഡി 3DES. മെയിൻ ആയിട്ടും ക്രിപ്റ്റോഗ്രഫിയിൽ രണ്ട് തരത്തിലുള്ള ക്രിപ്റ്റോഗ്രഫിയാണ്, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയും പ്രൈവറ്റ് കീ ക്രിപ്റ്റോഗ്രഫിയും. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയാണ് നമ്മുടെ അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ പെയർ ഓഫ് കീസ് ഉപയോഗിക്കുന്നുണ്ട് എൻക്രിപ്റ്റ് ചെയ്യാനും ഡിക്രിപ്റ്റ് ചെയ്യാനും. ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്യാനും കോഡ് രൂപത്തിലാക്കാനും തിരിച്ച് സൈഫർ ടെക്സ്റ്റ്, അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കാനും സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റ് ഒക്കെ ആക്കാനും നമ്മൾ 2 ടൈപ്സ് ഓഫ് കീ ആണ് യൂസ് ചെയ്യുന്നത്. അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നും പറയും, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നും പറയും. അപ്പം ഈ തന്നിരിക്കുന്ന 4 അൽഗോറിതംസിലും അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിക്ക് ഉദാഹരണം ഏതാന്ന് ചോദിച്ചാൽ RSA അൽഗോരിതമാണ്, റിവേഴ്സ്ഡ് ഷമീർ അഡൽമാൻ അൽഗോരിതമാണ്. ബാക്കി AESഉം DESഉം അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡും ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡും 3DSഉം ഒക്കെ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിക്ക് എക്സാമ്പിൾ ആണ്. ഈ 3 അതായത് പ്രൈവറ്റ് കീ ക്രിപ്റ്റോഗ്രഫി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോപ്പർട്ടി ദാറ്റ് നോ പാർട്ടി ടു a contract can later deny that they have signed a document is called. Option A integrity, option B authentication, option C non-repudiation and option D encryption. അതായത് ഏത് പ്രോപ്പർട്ടിയാണ് പറയുന്നത് നോ പാർട്ടി ടു എ കോൺട്രാക്ട് ക്യാൻ ലേറ്റർ ഡിനേ ദേ ഹാവ് സൈൻഡ് എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്തിട്ടില്ല എന്ന് പിന്നീട് പറഞ്ഞാൽ ഏത് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് അത് പ്രസ്താവിക്കാനായിട്ട് പറ്റും? നോൺ റെപ്യൂഡിയേഷൻ ആണ്. എന്താണ് നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. നോൺ റെപ്യൂഡിയേഷൻ അഷ്യൂർ ചെയ്യുന്നത് someone cannot deny the validity of something. എന്തിന്റെയെങ്കിലും ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു നമ്മൾ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സൈൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് ഡിനേ ചെയ്യുവാണെങ്കിൽ അത് ഉറപ്പ് വരുത്തുന്ന ഒരു
പ്രോപ്പർട്ടിയാണ് നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SHA-1 is dash. Option A, message digest function. Option B, public key encryption. Option C, private key encryption. And option D, none of this. SHA-1 എന്ന് പറയുന്നത് നമുക്കറിയാം ക്രിപ്റ്റോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു അൽഗോരിതമാണ് സെക്യൂർ ഹാഷ് അൽഗോരിതം. ഓക്കെ, ഈ അൽഗോരിതം എന്താ മെയിൻ ആയിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് എടുക്കുന്നു, 160 ബിറ്റ് ഔട്ട്പുട്ട് അത് ഹാഷ് വാല്യൂ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 160 ബിറ്റ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹാഷ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെസ്സേജ് ഡൈജസ്റ്റ് ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു SHA-1 അൽഗോരിതം എന്ത് അൽഗോരിതം ആണെന്നാണ് ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. മെസ്സേജ് ഡൈജസ്റ്റ് ഫംഗ്ഷൻ. ഓപ്ഷൻ എ മെസ്സേജ് ഡൈജസ്റ്റ് ഫംഗ്ഷൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ക്രിപ്റ്റോഗ്രഫിയിൽ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ്. ഇത് മെയിൻ ആയിട്ടും ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൽ, ഡിജിറ്റൽ ഫോറൻസിക്സിൽ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിലൊക്കെ ഈ ഒരു അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ. ഒരു ഒതന്റിക്കേഷൻ പ്രോട്ടോകോളിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ARP, ഓപ്ഷൻ ബി DHCP, ഓപ്ഷൻ സി കെർബറോസ് ആൻഡ് ഓപ്ഷൻ ഡി SSL. നെറ്റ്വർക്കിംഗിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഒതന്റിക്കേഷന് സഹായിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ARP, DHCP, കെർബറോസ്, SSL. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കെർബറോസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു പ്രോട്ടോകോൾ ആണ്. സെൻട്രലൈസ്ഡ് ഒതന്റിക്കേഷൻ സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒതന്റിക്കേറ്റ് യൂസേഴ്സ് ടു സെർവേഴ്സ് ആൻഡ് സെർവേഴ്സ് ടു യൂസേഴ്സ്. യൂസേഴ്സ് ടു സെർവേഴ്സ് ആൻഡ് സെർവേഴ്സ് ടു യൂസേഴ്സ് ഇവരുടെ ഒതന്റിക്കേഷൻ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കെർബറോസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഒരു ഒതന്റിക്കേഷൻ സെർവർ ഉണ്ട്, പിന്നെ അതുപോലെ ഒരു ഡേറ്റാബേസ് ഉണ്ട്, ഒരു ടിക്കറ്റ് ഗ്രാൻഡിങ് സെർവർ ഉണ്ട്. ഈ ഒതന്റിക്കേഷൻ സെർവർ ആണ് ഇനിഷ്യൽ ഒതന്റിക്കേഷൻ പെർഫോം ചെയ്യുന്നത് ഒതന്റിക്കേഷൻ സെർവർ ആണ്, AS എന്ന് പറയും. ഈ പ്രോട്ടോകോളിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുവാണ്. AS ഒതന്റിക്കേഷൻ സെർവർ ഉണ്ട്, ഒരു ഡേറ്റാബേസ് ഉണ്ട്, പിന്നെ ഒരു ടിക്കറ്റ് ഗ്രാൻഡിങ് സെർവർ ഉണ്ട്. ഒതന്റിക്കേഷൻ സെർവർ ആണ് ഇനിഷ്യൽ ഒതന്റിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ ടിക്കറ്റ് ഗ്രാൻഡിങ് സർവീസ്. ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒതന്റിക്കേഷൻ സെർവർ വെരിഫൈ ചെയ്യുന്നു യൂസേഴ്സിനെ. ഡേറ്റാബേസ് റൈറ്റ് യൂസേഴ്സ് തന്നെയാണോ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ ഡേറ്റാബേസിന്റെ സെക്ഷനിൽ നടക്കുന്നത്. ടിക്കറ്റ് ഗ്രാൻഡിങ് സെർവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെർവറിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകളെ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 കമ്പോണൻസ്, കെർബറോസിന് മെയിൻ ആയിട്ടുള്ള 3 കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് മിഡിൽ വെയർ ലെയേഴ്സ്. മിഡിൽ വെയർ ലെയേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർഷാലിംഗ്, RMI, TCP RPC ആൻഡ് ഓപ്ഷൻ ഡി TCP. ഓക്കെ, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏത് പ്രോട്ടോകോൾ ആണ്? TCP ആണ്. TCP പ്രോട്ടോകോൾ മിഡിൽ വെയർ ലെയേഴ്സുമായിട്ട് ഒരു അസോസിയേഷനും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SOAP ഈസ് ഡിസൈൻ ടു എനേബിൾ. SOAP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് to enable client server and synchronous communication, peer-to-peer and asynchronous communication, client server and asynchronous communication, and peer-to-peer and synchronous communication. ഈ ഏത് കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യാനാണ് ഈ SOAP എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തിരിക്കുന്നത്? എന്താണ് ഈ SOAPന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? നമുക്കറിയാവുന്നതാണ്, സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോകോൾ. ഓക്കെ, ഇതൊരു XML ബേസ്ഡ് ആയിട്ടുള്ള മെസ്സേജിംഗ് പ്രോട്ടോകോൾ ആണ്. ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ, കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഇൻഫോർമേഷനുകൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു XML ബേസ്ഡ് ആയിട്ടുള്ള ഒരു
പ്രോട്ടോകോൾ ആണിത്. അപ്പൊ ഈ XML ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോള് ക്ലയന്റ് സെർവർ ആൻഡ് സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണോ, പിയർ ടു പിയർ ആൻഡ് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണോ, ക്ലയന്റ് സെർവർ ആൻഡ് അസിങ്ക്രണസിനാണോ, പിയർ ടു പിയർ ആൻഡ് സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണോ എനേബിൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ടും റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ക്ലയന്റ് സെർവർ ആൻഡ് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് അസിങ്ക്രണസ് ആയിട്ടുള്ള വെബ് സർവീസസുകളാണ് സോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ടൈം എടുക്കും ഒരു റിക്വസ്റ്റുകളെയൊക്കെ പ്രോസസ് ചെയ്യാനും ഒക്കെ. അതുകൊണ്ടാണ് അത് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ability of the web server to keep a track of the users who access the server and how long they have accessed. സെർവറിന്റെ ഏത് എബിലിറ്റി ആണ് ഒരു യൂസർ ഒരു സെർവർ ആക്സസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ട്രാക്ക് ചെയ്യുന്നതും എത്ര നേരം ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതും. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓതന്റിക്കേഷൻ, അക്കൗണ്ടിങ്, ഓതറൈസേഷൻ ആൻഡ് ഓപ്ഷൻ ഡി അസൈനിങ് പെർമിഷൻ. ഇത് 4 പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഏത് പ്രോപ്പർട്ടിയാണ് ട്രാക്ക് ദ യൂസേഴ്സ് ഹു ആക്സസ് ദ സെർവർ ആൻഡ് ഹൗ ലോങ് ദേ ആക്സസ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അക്കൗണ്ടിങ് ആണ്. ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ടിങ് ആണ് മെയിൻ ആയിട്ടും റെക്കോർഡ് ചെയ്യുന്നത്. യൂസേഴ്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എപ്പോൾ ചെയ്യുന്നു, എന്താണ് അവർ ആക്സസ് ചെയ്തിരിക്കുന്നത്, വാട്ട് ഇസ് ആക്സസ്ഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ടൈം ദ റിസോഴ്സസ് ഇസ് ആക്സസ്ഡ്. റിസോഴ്സസുകൾ ആക്സസ് ചെയ്യാൻ എടുക്കുന്ന സമയം ആൻഡ് ചേഞ്ചസ് ദാറ്റ് വെയർ മെയ്ഡ്, അവർ ഉണ്ടാക്കുന്ന ചേഞ്ചസുകൾ, ഇത്രയും കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് നെറ്റ്വർക്ക് റിസോഴ്സസുകൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ്, ദേ ട്രാക്ക് ഹൗ ദ നെറ്റ്വർക്ക് റിസോഴ്സസ് ആർ യൂസ്ഡ്. അപ്പം ഇതാണ് അതിന്റെ വെബ് സെർവറിന്റെ എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അപ്പം നമ്മുടെ സെക്ഷനിൽ ഓൾമോസ്റ്റ് 23 ക്വസ്റ്റ്യൻസിൽ 19 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. നിങ്ങൾ നന്നായിട്ട് ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.